ടൊമാറ്റോ റൈസ് അഥവാ തക്കാളിച്ചോറ്. തക്കാളി കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും തക്കാളിച്ചോറ് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയാൽ. ഒന്ന് കണ്ടു നോക്കൂ. ചൂട് കെട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, ഉണക്കമുളക്, അതുപോലെ ഒരു ചെറിയ പച്ചമുളകും അരിഞ്ഞിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിതിൽ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഒന്ന് മൂത്ത് വരുമ്പോൾ 2 വെളുത്തുള്ളിയും ഒരു ചെറിയ സവാള അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് വളരെ കുറച്ച് ഒരു 1/4 സ്പൂൺ നല്ല ജീരകവും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകവും ചേർത്ത് ഒന്നും കൂടി നന്നായി ഇളക്കിയെടുക്കുക. ശേഷം അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി മുളക് പൊടിയുടെ മൂത്ത മണം വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് ഇളക്കി നന്നായി ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഇളക്കിയെടുക്കണം. തക്കാളി എണ്ണ പിരിഞ്ഞ് വരാറാകുമ്പോൾ അതിലേക്ക് ഉപ്പിടാം. അതുപോലെ തന്നെ വളരെ കുറച്ച് കായം ചേർക്കാവുന്നതാണ്. കായം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് 1-2 സ്പൂൺ നെയ്യ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി ആ തക്കാളി നന്നായി വരണ്ട് ചീനച്ചട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന പരുവമായി കഴിഞ്ഞാൽ ചോറിട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് ബസ്മതി അരിയാണ്. ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് തക്കാളി ചോറുണ്ടാക്കാൻ എടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിക്കുന്നത് പോലെ മറിച്ചിട്ട് ഇളക്കിയെടുക്കുക. ശേഷം കുറച്ച് മല്ലിയില തൂവി നമുക്ക് ഒരു 2 മിനിറ്റും കൂടി പാത്രം അടച്ചു വെച്ച് ആ മല്ലിയിലയുടെ മണമൊന്ന് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. നല്ല രുചിയുള്ള തക്കാളി ചോറ് റെഡി. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.